+1 ബോട്ടണി ആദ്യത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ക്ലാസിഫിക്കേഷൻ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഒക്കെ നമുക്ക് ഇതിൽ പഠിക്കാം. നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ക്ലാസിഫിക്കേഷനും അതിൻ്റെ ബ്രാഞ്ചസ് ഒക്കെ ആയിട്ടുള്ള എങ്ങനെയാണ് ടാക്സോണമി, സിസ്റ്റമാറ്റിക്സ്, ഇതിനെ പറ്റിയൊക്കെ പഠിച്ചു. അപ്പം നമ്മളിതിൽ ഒരു ഏർലിയർ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ നമ്മൾ പറയുകയാണെങ്കിൽ Aristotle was the first to attempt a scientific classification of organisms. അപ്പോൾ അരിസ്റ്റോട്ടലിനെ പറ്റി നമ്മൾ ഓൾറെഡി പറഞ്ഞത് ഹീസ് ദ ഫൗണ്ടർ ഓഫ് ബയോളജി അല്ലേ, ഹീസ് ദ ഫാദർ ഓഫ് സുവോളജി ഓൾസോ. ആൻഡ് he based on morphological features എന്ന് വെച്ചാൽ എക്സ്റ്റേണൽ ഫീച്ചേഴ്സ് അനുസരിച്ചിട്ട് he classified പ്ലാന്റ്സിനെ അദ്ദേഹം ക്ലാസിഫൈ ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ he classified plants into 3 groups, അതായത് ഹെർബ്സ്, ഷ്രബ്സ് ആൻഡ് ട്രീസ്, ഇങ്ങനെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തു. പിന്നീട് ആനിമൽസിനെ ക്ലാസിഫൈ ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെഡ് ബ്ലഡഡും ആൻഡ് നോൺ റെഡ് ബ്ലഡഡ് ആയിട്ടുള്ള ഗ്രൂപ്പ് ഒരുമിച്ചൊരു ഗ്രൂപ്പും മറ്റത് നോൺ റെഡ് ബ്ലഡഡ് ആയിട്ടുള്ള ആനിമൽസിനെ ഒരു ഗ്രൂപ്പിലുമാക്കിയിട്ട് ക്ലാസിഫൈ ചെയ്തു. പക്ഷേ ഈ ക്ലാസിഫിക്കേഷൻ ഒന്നും ഒരു പ്രോപ്പർ ബേസിക്സിലല്ലായിരുന്നു. അതിനൊരു നമുക്ക് ഒരുപാട് അതിൽ ഡിസഡ്വാൻറ്റേജസ് ഉണ്ടായി. സോ അതൊക്കെ ഡിസ്കാർഡ് ചെയ്ത് പോയി അരിസ്റ്റോട്ടലിൻ്റെ ക്ലാസിഫിക്കേഷനൊക്കെ. പിന്നീട് മെയിനായിട്ട് നമുക്ക് 2 ടൈപ്പ് ക്ലാസിഫിക്കേഷനാണ് ഉണ്ടായിരുന്നത്. 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. ഇതിൽ 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാൾ ലിനേയസ് പ്രപ്പോസ് ദ 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. ഇതനുസരിച്ചിട്ട് ലിനേയസ് എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാന്റ്സിനെ എല്ലാം കൂടെ കിങ്ഡം പ്ലാന്റേ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിലും ആനിമൽസിനെ എല്ലാം കൂടെ കിങ്ഡം അനിമേലിയ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിലുമായിട്ട് ക്ലാസിഫൈ ചെയ്തു. ഇനി ഇതിനും ഒരുപാട് നമ്മളിപ്പോൾ എല്ലാ പ്ലാന്റ്സിനെയും കൊണ്ട് ഒരു ഗ്രൂപ്പിലിട്ടു, ആനിമൽസിനെ മുഴുവനായിട്ട് ഒരു ഗ്രൂപ്പിലിട്ടു. പക്ഷെ അതിനൊരു ഈ പറഞ്ഞ പോലെ ഒരു ബേസിസ് ഉണ്ടായിരുന്നില്ല. അതും ഡിസ്കാർഡ് ചെയ്ത് പോയി. അതിനൊരുപാട് ഡിസഡ്വാൻറ്റേജസ് ഉണ്ടായിരുന്നു. എന്തൊക്കെയാണ് ഇതിൻ്റെ ഒരു ഡ്രോബാക്സ് ഓഫ് 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് യൂക്കാരിയോട്ടിനെയും പ്രോകാരിയോട്ടിനെയും ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അതായത് ഇറ്റ് ഡിഡ് നോട്ട് ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ യൂക്കാരിയോട്ട്സ് ആൻഡ് പ്രോകാരിയോട്ട്സ്. നിങ്ങൾക്ക് ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും നിങ്ങൾ പ്രോകാരിയോട്ടിക് ഓർഗാനിസംസും യൂക്കാരിയോട്ടിക് ഓർഗാനിസംസും തമ്മിലുള്ള വ്യത്യാസം. പ്രോകാരിയോട്ട്സ് എന്ന് വെച്ചാൽ പ്രോപ്പറായിട്ടൊരു ന്യൂക്ലിയസ് കാണില്ല, ഒരു സെൽ ഓർഗനൽസ് ഒന്നും കാണില്ല. ഓൺലി സെൽ ഓർഗനൽ ഈസ് പ്രസൻറ്റ് ഈസ് റൈബോസോംസ് മാത്രമാണ് കാണുക. അതിനൊരു സ്പെസിഫിക് സെൽ ബൗണ്ടറിയോ സെൽ മെംബ്രെയിനോ ഒന്നും കാണില്ല. അതേസമയം യൂക്കാരിയോട്ട്സിൽ ഒരു സ്പെസിഫിക് സെല്ലുണ്ടാണത്, അതിനൊരു സെൽ മെംബ്രെയിൻ കാണും, ന്യൂക്ലിയസ് കാണും, മറ്റ് സെൽ ഓർഗനൽസ് ഒക്കെ കാണും. അപ്പോൾ ഈ 2 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ ഇങ്ങനെ ഒരു ഡിസ്റ്റിങ്വിഷ് ചെയ്യാനായിട്ട് സാധിച്ചില്ല ലിനേയസിന്. അടുത്തൊരു പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഡസൻ ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ യൂണിസെല്ലുലാർ ആൻഡ് മൾട്ടി സെല്ലുലാർ ഓർഗാനിസം. ഇതിൽ സിംഗിൾ സെൽഡ് ഓർഗാനിസംസും മൾട്ടി സെല്ലുലാർ ഒരു സെല്ലുള്ള ഓർഗാനിസംസും ഒന്നിലധികം സെൽസ് ഉള്ള ജീവികളെയും കൂടെ എല്ലാം കൂടെ ഒരുമിച്ച് തന്നെയാണ് ഇട്ടിരുന്നത്. അപ്പോൾ അതും നമുക്ക് ഏതൊക്കെയാണ് ഇതിലെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിച്ചില്ല. ദാറ്റ് ഈസ് അനദർ drawback. And third point is it does not distinguish photosynthetic organisms and non-photosynthetic organisms. അതായത് ഇപ്പം പ്ലാന്റ്സിൽ പ്ലാന്റേ എന്ന് പറയുന്നതിൽ തന്നെയാണ് ഈ ഫഞ്ചയും ഗ്രീൻ പ്ലാന്റ്സിനെയും ഒക്കെ കൊണ്ടിട്ടിരുന്നത്. അപ്പോൾ ഈ ഗ്രീൻ പ്ലാന്റ്സിന് ഓട്ടോട്രോഫിക് ആണ് അവർ അല്ലേ, ഫോട്ടോസിന്തസിസ് വഴി സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ ഫഞ്ചൈ അങ്ങനെയല്ല, ഫംഗസിന് ഒരിക്കലും സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല, അവർ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നത്. അപ്പോൾ അതിനെയും എല്ലാത്തിനെയും കൂടെ ഒരുമിച്ച് നമ്മൾ കിങ്ഡം പ്ലാന്റിൽ കൊണ്ടിട്ടു. അപ്പോൾ അതും ഒരു ഡ്രോബാക്കാണ്. ഇനി അടുത്തതായിട്ട് ഒന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെൽവോളിൻ്റെ ബേസിൽ, അതായത് ഈ ബാക്ടീരിയ, ബ്ലൂ ഗ്രീൻ ആൽഗെ, ഫഞ്ച ഇതെല്ലാം കിങ്ഡം പ്ലാന്റിലാണ് വന്നിരുന്നത്. പക്ഷേ സെൽവോളിൽ ഇവർക്കൊക്കെ ഡിഫറൻസ് ഉണ്ടായിരുന്നു. അതായത് ബാക്ടീരിയൽ സെൽവോൾ എന്ന് പറയുന്നത് ഒരു മ്യൂക്കോപോളിസാക്രൈഡ് വെച്ചിട്ടൊക്കെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഫംഗൽ സെൽവോള് കൈറ്റിൻ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ പ്ലാന്റ്സിൻ്റെ ആണെങ്കിൽ സെല്ലുലോസിക് സെൽവോളാണ്. അപ്പോൾ ഈ സെൽവോളിലെ ഡിഫറൻസ് ഇവർ 3 പേരും തമ്മിൽ ഡിഫറൻസ് ഉണ്ടായിരുന്നു. എന്നാലും ഇവർ ഒരേ ഗ്രൂപ്പിൽ തന്നെ വന്നു. ഇനി അടുത്തൊരു പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുറേ ലാർജ് നമ്പർ ഓഫ് ഓർഗാനിസംസ് ഡിഡ് നോട്ട് ഫോൾ ഇൻ ടു എയ്തർ ഓഫ് ദ 2 കാറ്റഗറീസ്. അതായത് കിങ്ഡം ആനിമേലിയയിലും വന്നില്ല, കിങ്ഡം പ്ലാന്റയിലും വന്നില്ല കുറേ ഓർഗാനിസംസ്. അപ്പോൾ അവർക്ക് പ്രത്യേകിച്ചൊരു ഗ്രൂപ്പൊന്നും ഇല്ലാതെ അവർ രണ്ടിലും പെടാതെ
പെട്ടുപോയി. അപ്പോൾ അങ്ങനെയുള്ളൊരു ക്ലാസിഫിക്കേഷൻ, ഇത്രയും ഡ്രോബാക്സ് ഒരു 2 കിങ്ഡം ക്ലാസിഫിക്കേഷന് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതും ഒരു ആക്സെപ്റ്റഡ് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ആയിരുന്നില്ല. ഇനി അടുത്തതായിട്ട് ഒരു ആക്സെപ്റ്റ് ചെയ്ത ഒരു ക്ലാസിഫിക്കേഷൻ ഇതാണ്, ദാറ്റ് ഈസ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്ന് പറയും. ദാറ്റ് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ R.H. വിറ്റാക്കർ. ഇതിലെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിറ്റാക്കർ പ്ലാന്റ്സിനെയും ആനിമൽസിനെയും ഒക്കെ 5 കാറ്റഗറീസായിട്ട് ക്ലാസിഫൈ ചെയ്തു. പ്ലാന്റ്സിനെയും ആനിമൽസിനെയും മറ്റ് യൂണിസെൽ ഓരോന്നിൻ്റെയും ബേസിൽ. അപ്പോൾ ഈ വിറ്റാക്കറിൻ്റെ ക്ലാസിഫിക്കേഷൻ്റെ ക്രൈറ്റീരിയ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൽ സ്ട്രക്ചർ നോക്കി, പിന്നെ താലസ് ഓർഗനൈസേഷൻ എന്ന് വെച്ചാൽ താലസ് എന്ന് പറയുന്നത് അതിൻ്റെ ബോഡി, ചെറിയ പ്ലാന്റ്സിൻ്റെയൊക്കെ ബോഡി പാടിനെയാണ് നമ്മൾ താലസ് എന്ന് പറയുക, അതിൻ്റെ ഓർഗനൈസേഷൻ വെച്ചിട്ട്. പിന്നെ മോഡ് ഓഫ് ന്യൂട്രീഷൻ വെച്ച്, ഞാൻ നേരത്തെ പറഞ്ഞു സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യണതിനെ ഓട്ടോട്രോഫിക്, മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഹെറ്ററോട്രോഫിക്, അങ്ങനെയുള്ള ബേസിൽ. പിന്നെ റീപ്രൊഡക്ഷൻ്റെ ബേസിൽ, റീപ്രൊഡക്ഷൻ സെക്ഷുവൽ ആണോ അസെക്ഷുവൽ ആണോ എന്നൊക്കെയുള്ള ബേസിസിൽ. പിന്നെ ഫൈലോജനറ്റിക് റിലേഷൻഷിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എവല്യൂഷണറി റിലേഷൻഷിപ്പ്. അതായത് നമ്മൾ എവല്യൂഷൻ എന്ന് പറയുന്ന ഒരു സിമ്പിൾ ഫോമിൽ നിന്ന് കോംപ്ലക്സ് ഫോമിലേക്ക് മാറുന്നതിനെയാണ് നമ്മൾ എവല്യൂഷൻ എന്ന് പറയുക, അല്ലേ? അപ്പം ഇതിൽ ഏറ്റവും താഴെയുള്ള ക്ലാസിഫൈ ചെയ്തപ്പോൾ ഏറ്റവും താഴത്തെ ഗ്രൂപ്പിൽ സിമ്പിൾ ഓർഗാനിസംസും മുകളിലോട്ട് പോകും തോറും ഹയർ കോംപ്ലക്സ് ഓർഗാനിസംസുമായി വരുന്ന ഒരു മോഡ് ഓഫ് അറേഞ്ച്മെൻ്റ് ആയിരുന്നു 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതനുസരിച്ചിട്ട് വിറ്റാക്കർ ക്ലാസിഫൈഡ് ഓർഗാനിസംസ് ഇൻറ്റു 5 മേജർ കിങ്ഡം. ദേ ആർ കിങ്ഡം മൊനീറ, കിങ്ഡം പ്രൊട്ടിസ്റ്റ, കിങ്ഡം ഫഞ്ചൈ, കിങ്ഡം പ്ലാന്റേ ആൻഡ് കിങ്ഡം ആനിമേലിയ. ഇങ്ങനെ 5 കിങ്ഡമായിട്ട് ക്ലാസിഫൈ ചെയ്തു. അപ്പോൾ ഇതിൽ കിങ്ഡം മൊനീറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പ്രോകാരിയോട്ടിക് ഓർഗാൻസും, ഞാൻ നേരത്തെ പറഞ്ഞു ഏറ്റവും സിമ്പിൾ ഫോമിലുള്ളത്, അതായത് ന്യൂക്ലിയസ് ഉണ്ടാവില്ല, ഒരു സെൽ മെംബ്രെയിൻ ഉണ്ടാവില്ല, പിന്നെ ഒരു മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള എല്ലാ ഓർഗാനിസംസും അല്ലെങ്കിൽ സെൽ ഓർഗനൽസും ഒന്നും ഉണ്ടാവില്ല. ഇങ്ങനെയുള്ള ഓർഗാനിസത്തിനെയൊക്കെ കൂടെ നമ്മൾ കിങ്ഡം മൊനീറയിൽ ഉൾപ്പെടുത്തി. അതായത് മെയിനായിട്ട് അതിൽ ബാക്ടീരിയ ആണ് മെയിനായിട്ട് വരുന്നത്. ഇനി അടുത്ത കിങ്ഡം എന്ന് പറയുന്നത് കിങ്ഡം പ്രൊട്ടിസ്റ്റ. ഇതിൽ യൂക്കാരിയോട്ടിക് ഓർഗാനിസംസ്, പക്ഷേ യൂണിസെല്ലുലാർ ആയിട്ടുള്ള യൂക്കാരിയോട്ടിക് ഓർഗാനിസംസ് ആർ ഇൻക്ലൂഡഡ് അണ്ടർ ദിസ് കിങ്ഡം പ്രൊട്ടിസ്റ്റ. അപ്പോൾ ഇതിനൊരു ട്രൂ ന്യൂക്ലിയസ് ഉണ്ട്, സെല്ല് മെംബ്രെയിൻ ഉണ്ട്, മെംബ്രെയിൻ ബൗണ്ട് സെൽ ഓർഗനൽസ് ഉണ്ട്. ഇതെല്ലാം കാണുന്നതാണ് യൂക്കാരിയോട്ടിക്. അതിൽ തന്നെ യൂണിസെല്ലുലാർ ആണ് ഇതിൽ വരിക, കിങ്ഡം പ്രൊട്ടിസ്റ്റ. ഇനി അടുത്തൊരു കിങ്ഡം എന്ന് പറയുന്നത് കിങ്ഡം ഫഞ്ചൈ. ഫഞ്ചൈയിൽ ഞാൻ നേരത്തെ പറഞ്ഞു അവർക്ക് യൂക്കാരിയോട്ടിക് ആണ്, പിന്നെ യൂണിസെല്ലുലാർ ആൻഡ് മൾട്ടി സെല്ലുലാർ ഫോംസ് ഒക്കെ ഫഞ്ചൈയിൽ നമ്മൾ കാണുന്നുണ്ട്. ബട്ട് ദേ ആർ ഹെറ്ററോട്രോഫിക് ആണ്, മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ജീവികളാണ് ഫുഡിന് വേണ്ടിയിട്ട്, അത് ഫഞ്ചൈ. അപ്പോൾ അവർക്കൊരു സെപ്പറേറ്റ് കിങ്ഡം, ഇപ്പം നമ്മൾ മൾട്ടി സെല്ലുലാറും യൂണിസെല്ലുലാർ ഫഞ്ചൈയും കാണുന്നുണ്ട് കേട്ടോ. ഈസ്റ്റൊക്കെ യൂണിസെല്ലുലാറാണ്. എന്നാലും ആ ഒരു ചെറിയ എക്സെപ്ഷണൽ കേസസ് അല്ലാതെ ബാക്കിയെല്ലാം ഒരേപോലെ ആയതുകൊണ്ട് അതിനൊരു സെപ്പറേറ്റ് കിങ്ഡം കൊടുത്തു. ദാറ്റ് ഈസ് കോൾഡ് ആസ് കിങ്ഡം ഫഞ്ചൈ. ഇനി അടുത്ത ബാക്കി പ്ലാന്റ്സിനെ എല്ലാം തന്നെ, അതായത് മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ള ക്ലോറോഫിൽ ബെയറിംഗ് ഓർഗാനിസംസ്, സ്വന്തമായിട്ട് ഓട്ടോട്രോഫിക് ഫോട്ടോസിന്തറ്റിക് ആയിട്ടുള്ള എല്ലാ പ്ലാന്റ്സിനെയും കിങ്ഡം പ്ലാന്റേ എന്ന് പറയുന്ന കിങ്ഡത്തിൽ പെടുത്തി. അടുത്തതായിട്ട് വരുന്നതാണ് എല്ലാ ആനിമൽസും, മൾട്ടി സെല്ലുലാർ ഹെറ്ററോട്രോഫിക് യൂക്കാരിയോട്ടിക് ആനിമൽസ് എല്ലാം തന്നെ കിങ്ഡം ആനിമേലിയയിൽ വന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഇതിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ നമുക്കൊരു ബേസിസ് ഓഫ് ക്യാരക്ടേഴ്സ് വെച്ചിട്ട് ക്ലാസിഫൈ ചെയ്തതിൻ്റെ ഇതിലനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഒരു കോളം വൈസ് ആയിട്ട് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഇതിൽ നോക്കൂ, സെൽ വോളിൻ്റെ ഒരു ബേസിസിൽ ഓരോന്നിനെയും ക്ലാസിഫൈ ചെയ്തു, ഓരോ 5 ഗ്രൂപ്പിനെയും. അപ്പോൾ മൊനീറയിൽ നമുക്ക് സെൽ വോള് നോൺ സെല്ലുലോസിക് ആണ്, സെല്ലുലോസ് ഇല്ല, മെയിനായിട്ട് ബാക്ടീരിയ ആണ് വരുന്നതെന്ന് പറഞ്ഞു. അടുത്തതായിട്ട് പ്രൊട്ടിസ്റ്റയിൽ നമുക്ക് സെൽ വോള് ചിലതിലൊക്കെ കാണാൻ പറ്റും, അതായത് ഈ യൂണിസെല്ലുലാർ ഓർഗാനിസം ആണല്ലോ, അതിൽ ചിലതിൽ സെൽ വോൾ കാണാം. അടുത്തതായിട്ട് ഫഞ്ചൈയിൽ നമുക്ക് സെൽ വോൾ ഉണ്ട്, പക്ഷെ സെല്ലുലോസ് കൊണ്ടല്ല, കൈറ്റിൻ കൊണ്ടുള്ള സെൽ വോൾ ഉണ്ട്. പിന്നെ പ്ലാന്റയിലാണെങ്കിൽ സെല്ലുലോസ് സെൽ വോളാണ്,
ആനിമേലിയയിൽ സെൽ വോൾ ഉണ്ടാവില്ല, ആനിമൽസിൽ സെൽ വോൾ കാണില്ല. ഇനി അടുത്തൊരു ബേസിസ് എന്ന് പറയുന്നത് ന്യൂക്ലിയർ മെംബ്രെയിൻ. മൊനീറയിൽ നമ്മൾ ഓൾറെഡി പഠിച്ചു പ്രോകാരിയോട്ടാണ്, അപ്പോൾ ആബ്സെൻ്റ് ആണ്, ന്യൂക്ലിയർ മെംബ്രെയിൻ ഈസ് ആബ്സെൻറ്റ്. പ്രൊട്ടിസ്റ്റയിൽ നമുക്ക് മെംബ്രെയിൻ കാണാം, ഫഞ്ചയിലും കാണാം, പ്ലാന്റയിലും കാണാം, ആനിമേലിയയിലും കാണാം. അടുത്തതായിട്ട് ബോഡി ഓർഗനൈസേഷൻ. ബോഡി ഓർഗനൈസേഷൻ്റെ ബേസിസിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ മൊനീറ സെല്ലുലാറാണ്, സെല്ലുലാർ നമുക്ക് ആ ഓർഗനൈസേഷനെ പറയാം. പ്രൊട്ടിസ്റ്റയിലും നമുക്ക് സെല്ലുലാറാണ്, യൂണിസെല്ലുലാറാണ്, എന്നാലും സെല്ലുലാറാണ്. ഇനി ഫഞ്ചയിൽ മൾട്ടി സെല്ലുലാറാണ്, എക്സെപ്ഷണൽ കേസസ് ഉണ്ട് പറഞ്ഞു, ലൂസ് ടിഷ്യൂ ആയിട്ടാണ് കാണുക. പ്ലാന്റയിൽ ഈ സെൽസ് ഒക്കെ ജോയിൻ ചെയ്ത് ടിഷ്യൂസ് ആയിട്ട് മാറിയിട്ടുണ്ടാവും, ടിഷ്യൂസ് അല്ലെങ്കിൽ ഓർഗൻസ് ആയിട്ട് മാറിയിട്ടുണ്ടാവും. ആനിമേലിയയിൽ എത്തുമ്പോഴോ ടിഷ്യൂസും ഓർഗൻസും അത് ഓർഗൻ സിസ്റ്റമായിട്ട് കുറച്ചും കൂടെ കോംപ്ലക്സ് ആയിട്ടുള്ള ഫോമിലേക്ക് ആനിമേലിയയിൽ മാറി. ഇനി അടുത്തതായിട്ട് മോഡ് ഓഫ് ന്യൂട്രീഷൻ്റെ ബേസിസിലാണ് ഡിഫറൻഷിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതനുസരിച്ചിട്ട് മൊനീറയിൽ നമ്മൾ ഓട്ടോട്രോഫിക് ഓർഗാനിസംസ് ആൻഡ് ഹെട്രോട്രോഫിക്, അതായത് ഈ ബാക്ടീരിയ ആണ് മെയിനായിട്ട് വരണതെന്ന് പറഞ്ഞു. അപ്പോൾ ബാക്ടീരിയയിൽ തന്നെ നമുക്കറിയാം ഫോട്ടോസിന്തറ്റിക് ബാക്ടീരിയ ഉണ്ട്, കീമോസിന്തറ്റിക് ബാക്ടീരിയകളുണ്ട്. ഫോട്ടോസിന്തറ്റിക് ബാക്ടീരിയ സാധാരണ ബാക്ടീരിയ ക്ലോറോഫിൽ വെച്ചിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യണു. ഹെട്രോട്രോഫിക് ബാക്ടീരിയകൾ ഈ പാരസറ്റിക് ആയിട്ടുള്ള ഫോമുകൾ, നമുക്ക് അസുഖങ്ങളൊക്കെ വരുത്തുന്ന ബാക്ടീരിയ ഒക്കെ ഹെട്രോട്രോഫിക് ഇതിലാണ് വരിക. പിന്നെ സാപ്രോഫൈറ്റിക്, ഈ അഴുകുന്ന വസ്തുക്കളിലൊക്കെ കാണുന്ന ബാക്ടീരിയകൾ സാപ്രോഫൈറ്റിക് ന്യൂട്രീഷനാണുള്ളത്. പിന്നെ ചില ഓട്ടോട്രോഫിക്കിൽ തന്നെ ഒരു ഗ്രൂപ്പാണ് കീമോസിന്തറ്റിക്, കെമിക്കൽ സൾഫർ ബാക്ടീരിയ, അയൺ ബാക്ടീരിയ എന്നൊക്കെ പറയും. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഈ ബേസിസിൽ നമ്മൾ മൊനീറെ ഇങ്ങനെ ക്ലാസിഫൈ ചെയ്തു മോഡ് ഓഫ് ന്യൂട്രീഷൻ്റെ ബേസിൽ. ഇനി പ്രൊട്ടിസ്റ്റയിൽ മോഡ് ഓഫ് ന്യൂട്രീഷൻ എന്ന് പറയുന്നത് ഓട്ടോട്രോഫിക് ആണ്, യൂണിസെല്ലുലാർ ഫോമാണ്, ഓട്ടോട്രോഫിക് ആൻഡ് ഹെട്രോട്രോഫിക് ഗ്രൂപ്പ് ഇതിൽ വരാം. ഇനി ഫഞ്ചയിലാണെങ്കിൽ ഹെട്രോട്രോഫ്സ് ആണെന്ന് നേരത്തെ പറഞ്ഞു, സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇനി ഇതും സാപ്രോഫൈറ്റിക് അല്ലെങ്കിൽ പാരസൈറ്റിക് ഫോമാണ്. പാരസൈറ്റ്സ് ആയിട്ട് ഫഞ്ചൈ കാണാം, ആനിമൽസിലും പ്ലാന്റ്സിലും ഒക്കെ പാരസൈറ്റ് ആയിട്ട് കാണാം. ഹോസ്റ്റ് ബോഡിയിൽ ജീവിച്ച് അവരെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നതാണ് പാരസൈറ്റ്സ്. സാപ്രോഫൈറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു ഡെഡ് ആൻഡ് ഡീക്കേയിങ് ഓർഗാനിക് മാറ്ററിൽ കാണുന്നത്. ഇനി പ്ലാന്റിൻ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, ഓട്ടോട്രോഫിക് ആണ്, കംപ്ലീറ്റ്ലി ഓട്ടോട്രോഫിക്. അവർ ഫോട്ടോസിന്തസിസ് വഴി ഫുഡ് സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നു. ഇനി ആനിമൽസ് ഹെട്രോട്രോഫിക് ആണ്, അവർ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്ത്, പ്ലാന്റ്സിനെയാണ് മെയിനായിട്ട് ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ഗ്രൂപ്പാണ് ആനിമേലിയ അതിൽ വരുന്നത്. അത് ഹോളോസോയിക് ന്യൂട്രീഷൻ വരാം. ഹോളോസോയിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഹ്യൂമൻ ബീങ്സിലൊക്കെ കാണുന്ന പോലെ ഇൻജഷൻ, ഡൈജഷൻ, ഇജഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്. നമ്മൾ സാധാരണ ഫുഡ് കഴിക്കുക, അത് ഡൈജസ്റ്റ് ചെയ്യുക, പിന്നെ അത് എക്സ്ക്രീറ്റ് ചെയ്ത് പോകുന്നൊരു. ഇനി സാപ്രോഫൈറ്റിക്കും കാണും ചില ആനിമൽസ്, സാപ്രോഫൈറ്റിക് മൂഡ്, അതായത് ഡെഡ് ആൻഡ് ഡീക്കേയിങ് മാറ്ററിൽ ജീവിക്കുന്ന ആനിമൽസും ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് ഇതിൻ്റെ ബേസിസിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആക്സെപ്റ്റ് ചെയ്തതാന്ന് പറഞ്ഞു. അതിൻ്റെ മെറിറ്റ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു എന്തൊക്കെയാണ് മെറിറ്റ്. ക്ലാസിഫിക്കേഷൻ സെല്ലുലാർ ഓർഗനൈസേഷൻ്റെ ബേസിലും മോഡ് ഓഫ് ന്യൂട്രീഷൻ്റെ ബേസിലുമാണ്, അതൊരു മെറിറ്റാണ്. രണ്ടാമതൊരു ക്യാരക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഒരു ഗ്രാജുവൽ എവല്യൂഷൻ്റെ ബേസിസിലാണ് ഓർഗാനിസംസിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. നേരത്തെ പറഞ്ഞു ഫൈലോജനറ്റിക് റിലേഷൻഷിപ്പിൻ്റെ ബേസിലാന്ന് പറഞ്ഞു. അതായത് സിമ്പിൾ ഫോം തുടങ്ങി കോംപ്ലക്സ് ഫോമിലേക്കാണ് ഈ അറേഞ്ച്മെൻറ്റ് വരുന്നത്. അതായത് മൊനീറ എന്ന് പറയുന്നത് തുടങ്ങി അനിമേലിയ വരെ വരുമ്പോൾ മൊനീറയിലെ ഏറ്റവും ലോവസ്റ്റ് ഗ്രൂപ്പും അനിമേലിയയിലെ ഏറ്റവും ഹയർ ഫോംസുമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കാം. പിന്നെ മൂന്നാമതൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എല്ലാ പ്രൊകാരിയോട്ടിക് ഓർഗാനിസത്തിനെയും നമ്മൾ മൊനീറയിൽ കൊണ്ട് ഇൻക്ലൂഡഡ് ആക്കി. പിന്നെ നാലാമതൊരു പോയിന്റ് യൂക്കാരിയോട്ടിക് യൂണിസെല്ലുലാർ ഓർഗാനിസംസ് നമ്മൾ പ്രൊട്ടിസ്റ്റ എന്ന് പറയുന്നൊരു ഗ്രൂപ്പിലായിട്ട് കിങ്ഡം പ്രൊട്ടിസ്റ്റയിൽ ഗ്രൂപ്പ് ചെയ്തു. ഇനി അഞ്ചാമതായിട്ടൊരു പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഞാൻ നേരത്തെ പറഞ്ഞു ഗ്രീൻ പ്ലാന്റ്സിന് സെല്ലുലോസിൻ്റെ സെൽ വോളാണ്, ഫംഗസിന് കൈറ്റിനസ് സെൽ വോളാണ്, ഗ്രീൻ പ്ലാന്റ്സ് ഓട്ടോട്രോഫിക് ആണ്, അതേസമയം ഫഞ്ചൈ എന്ന് പറയുന്നത് ഹെട്രോട്രോഫിക് ആണ്. അപ്പോൾ ഈ ഡിഫറൻസസിനെ ഫഞ്ചൈ നമുക്ക് ഹെട്രോട്രോഫിക് ആയതുകൊണ്ട് ഗ്രീൻ പ്ലാന്റ്സിൻ്റെ ഗ്രൂപ്പിൽ അല്ലെങ്കിൽ പ്ലാന്റയിൽ നമുക്ക് പെടുത്താൻ പറ്റില്ല. പിന്നെ കൈറ്റിനസ് സെൽ വോളും ആണ്,
സെല്ലുലോസിക് സെൽ വോൾ അല്ല. അപ്പോൾ ഈ രണ്ട് ഡിഫറൻസസ് എന്തായാലും ഫംഗസിനുണ്ട്. സോ അതിനെ പ്ലാന്റയിൽ പെടുത്താൻ പറ്റാത്തത് കൊണ്ട് അതിനൊരു സെപ്പറേറ്റ് കിങ്ഡം കൊടുത്തു, ദാറ്റ് ഈസ് കിങ്ഡം ഫഞ്ചൈ. അപ്പം നമ്മൾ ഇങ്ങനെ വിറ്റാക്കറുടെ ക്ലാസിഫിക്കേഷൻ അനുസരിച്ചിട്ട് ഇങ്ങനെ 5 കിങ്ഡമായിട്ട് ക്ലാസിഫൈ ചെയ്തു. ഇതിൻ്റെ ഓരോ കിങ്ഡവും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ കിങ്ഡമായിട്ട് പഠിക്കാം. താങ്ക് യു.